ഇപ്പൊ അമ്മയടുത്ത് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ അമ്മ ഇരിക്കുന്നത്. ലഡു ഒക്കെ വാങ്ങിച്ചു കഴിച്ചു. എന്നിട്ട് നമുക്ക് ചെറിയ സർപ്രൈസ് ആണ് മരുന്ന് കഴിക്കണമെന്നത്. ഇപ്പോൾ മരുന്ന് കഴിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാം. അപ്പം നമ്മൾ സത്യം പറയും. എന്നാണ് നോക്കാം. ഇതാണ് മരുന്ന്. ഇത്രയും മരുന്നുണ്ട്. കാണാൻ പറ്റില്ല. കണ്ടില്ല. ഒരു മാസം 5 ആഴ്ചയും 5 ആഴ്ച 5 ദിവസം. വെള്ളക്കളർ സ്കാനിങ്. നീയെല്ലാം ഉണ്ടാക്കിയത് അല്ലേ? അല്ലേ ഞാൻ കുന്തി തേടിയാണ്. ഇനി അമ്മയും കൂടെ അച്ഛൻ പിട്ടാപ്പള്ളി ഏജൻസിയിൽ വല്ലതും കൊടുത്തിരുന്ന? പിട്ടാപ്പള്ളി ഏജൻസിയിൽ വല്ലോ? അവിടെ നിന്ന് അച്ഛന്റെ പേരിലാണ് വന്നിരിക്കുന്നത്. ഓ, അവിടെ വർക്ക് വല്ലതും ചെയ്തിരുന്ന? പൊട്ടിച്ചു. ഇനി അച്ഛന്റെ പേരിലാണെന്ന് നമ്മൾ നോക്കിയില്ല. ജോലിയിൽ എന്തോ ആണെന്ന് പറഞ്ഞു. ഗവൺമെന്റ് സർവീസില് അവരയച്ചതാണ് കേട്ടാ. അവിടെ ജോലിക്ക് പോകാനായിട്ട്. അതിനെ കാണാൻ സാധ്യത. എനിക്കൊന്നും ജോലിയിലേക്കാണ് മറ്റേ ജോലി കിട്ടിയ അച്ഛന് പുതിയ ജോലി. പിള്ളേര് പുതിയ ജോലി. പിന്നെ പുതിയ ജോലിയായി ഇങ്ങനെ പിട്ടാപ്പള്ളി ഏജൻസി. എന്താ അച്ഛ അതിന്റെ വായിച്ചോക്ക്. അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചോക്ക് എന്തിനാണെന്ന്. അച്ഛന്റെ അച്ഛ ഇടയ്ക്ക് രാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കിടന്നു. അതിന്റെ സ്കാനിങ്
ഇത് നമ്മളെ engineer. അതെ. ഇങ്ങനെ കൊണ്ടുപോയാ അതിപ്പോ ഞാൻ ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് അതിന് പോകുന്നു നാം പറഞ്ഞത് എനിക്കും ഇങ്ങനെ അച്ഛാ പേര് നോക്ക്, ആരെ പേരൊന്ന് നോക്ക്, ആരെ പേരാണോ നോക്ക്. അതന്നെ. ആ ആരതി മോഹൻ എന്തോന്നാണ്? ആ ഓ ഡേറ്റ് ഒക്കെ വായിക്കണേ എന്തിനാണെന്ന് പറ. ഇതുവരെ മനസ്സിലായില്ല കേട്ടാ. റേഡിയോളജിസ്റ്റ് പൊന്നെ ബെസ്റ്റ്. features is noted within intra-infrared cavity. എന്താണ്? അതച്ഛന് അറിഞ്ഞൂടെ? ശരി, എത്ര ദിവസം ഇതൊക്കെ പറഞ്ഞോളൂ. 5 weeks, 5 days. ആ എന്നാലും എന്തിനാണ് പറയാൻ എത്ര പോകും നോക്കട്ടെ. ഓ അച്ഛ അപ്പൂപ്പനാവാൻ പോണെന്ന്. ഓ അതിപ്പോഴാണ് ഇത് കയറുന്നത്. അച്ഛന് റിയാക്ഷൻ ഇല്ല. എപ്പ അച്ഛക്ക് ഇങ്ങനെയല്ലേ പറഞ്ഞോണ്ടിരുന്നത്? പിന്നെ നോക്കിയപ്പോഴും മക്കൾ അച്ഛൻ ഷോക്കിലാണോ എന്തോ ഇനി. അച്ഛൻ മധുരം കൊടുത്ത് ആഘോഷിക്കും. 5 ആഴ്ചയും 5 ദിവസവും ഒരു പക്ഷെ അതിൽ അച്ഛന് വളരെ സന്തോഷപ്പെടുന്നുണ്ട്. സന്തോഷമില്ല എനിക്ക്. ഞാൻ ദൈവത്തിന് എപ്പോഴും മക്കളെ രണ്ടുപേരിലും പ്രാർത്ഥന നടത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ആശാസവും. പക്ഷെ എനിക്ക് ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ട്. അച്ഛൻ അപ്പൊ സന്തോഷിച്ചിട്ട് അമ്മൂന് ലഡ്ഡു കൊടുക്കും. അതാണ് ഇത് ഞാൻ നോക്കുന്നത്. എന്തിനാ ഈ കവറിന്റെ അതിൽ പൊങ്ങിയിരിക്കുന്നത്? അതിന് നീ ലഡ്ഡു വയ്ക്കണ്ടേ? നീ നിന്റെ പോട്ട പ്ലാൻ. ഇത്രയും വായിച്ചപ്പോ മനസ്സിലാവണില്ല. പിന്നെ ഇനി അതന്നെ. അച്ഛൻ സത്യത്തിൽ മനസ്സിലായ ലഡ്ഡു കണ്ടപ്പം? അച്ഛന് മനസ്സിലായില്ല. ഇല്ല, അച്ഛന് നമ്മൾ കളിയാക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ പക്ഷെ ആദ്യം ഷോക്കിലായിരുന്നു കേട്ടോ. ഇതിന്റെ മുമ്പ് എന്റെ മനസ്സിൽ തോടി ഉള്ളത് പറയല്ല. ഈ കിങ്ങിനി പ്രസവിച്ചതോടെ എന്റെ മോക്കും ഗർഭം ഉണ്ടാകും ഞാൻ വിചാരിച്ചിട്ട് 24 അതുപോലെ നടന്നു. തെറ്റിയില്ല. ഞാനേ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു അല്ലേ. ഇങ്ങനെയാണ് തുടക്കം സത്യം കേട്ടോ. ഞാൻ ഒരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു അല്ലേ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. മക്കളെ ഇതൊക്കെ പ്രതീക്ഷിക്കാത്ത ഒന്നാമതാണ്. പ്രതീക്ഷിച്ച ആരും